എല്ലാ എലിജിബിലിറ്റിയും ഉള്ള ഒരു ആളായിട്ട് പോലും അവർ ഒരു നിയമവിരുദ്ധമായ വഴിയിലൂടെ ഒരു ഭരണാധികാരിയെ വെച്ച് എൻ്റെ പത്രിക തള്ളുകയാണ് ഉണ്ടായത്. അത് ഒരു ജനാധിപത്യ രീതി ആ മാർഗത്തിലൂടെ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നവർക്ക് ഉറപ്പായതുകൊണ്ടാണ്, വേറെ ആർക്കും ഇല്ലാത്തതുപോലെ എൻ്റെ മാത്രമാണ് ഇതിൻ്റെ എല്ലാ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും എല്ലാ കാര്യങ്ങളും എടുത്തത്. വേറെ ആരുടെയും അങ്ങനെ ഒരു ഇതെടുത്തില്ല. മാത്രമല്ല ബൈലോയിൽ എവിടെയും അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. എന്തായാലും ഈ അസോസിയേഷനിൽ കയറുക എന്നുള്ളത് തന്നെയാണ്. അത് ഞാൻ മത്സരിക്കും, അത് ഞാൻ മത്സരിച്ച് തന്നെ കയറും. തന്നെ ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം മൊത്തമായിട്ട് കുറച്ചു പേരുടെ ഒരു കോക്കസിനകത്താണ് മലയാള സിനിമ മൊത്തം ഇരിക്കുന്നത്. ആ കോക്കസ് ഇവിടെ വളരെ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വിറ്റ്നസ് ചെയ്തത്. എന്താണ് ഇവിടെ കണ്ടത്? ഇപ്പൊ സുരേഷ് കുമാറും സിയാദ് കോക്കറും അടക്കമുള്ള ആളുകൾ കാണിക്കുന്ന ഗുണ്ടായുസവും ഇപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടാണ്. ഇതാണ് മറ്റുള്ള എല്ലാ നിർമ്മാതാക്കളോടും ചെയ്യുന്നത്. ഇവിടെ ഒരു നോമിനേഷൻ കൊടുക്കാൻ പോലും ആരെയും സമ്മതിക്കാറില്ല. ഞാൻ സിനിമകൾ ചെയ്തിട്ടുള്ളതാണെന്ന് ഇവിടെയുള്ള മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ 3-ൽ കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു നിർമ്മാതാവാണ്. എൻ്റെ പേരിൽ 9 സിനിമകളോളം സെൻസർ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളാണ്. അപ്പം നമ്മുടെ ബൈലോ പ്രകാരം ഏതൊരു റെഗുലർ മെമ്പറിനും, ഞാനിപ്പോൾ ഒരു റെഗുലർ മെമ്പറാണ്, ഏതൊരു റെഗുലർ മെമ്പറിനും 3 സെൻസർ സർട്ടിഫിക്കറ്റ് അവരുടെ പേരിൽ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ മത്സരിക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ എന്റെ പോലെ തന്നെ 2 ബാനറിൽ സിനിമ ചെയ്തതാണ് വിശാഖ് സുബ്രഹ്മണ്യം. വിശാഖിന്റെ 2 ബാനറിൽ 2 സിനിമകളാണ് ചെയ്തേക്കുന്നത്. വിശാഖിന്റെ അവർ അക്സെപ്റ്റ് ചെയ്തു, എന്റെ എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തില്ല? ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാണ്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.